കുഴപ്പമില്ല, പറഞ്ഞോളൂ. സർ മോൻ 10th കഴിഞ്ഞു. സാർ അല്ല, സോറി കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുക. ഓക്കെ. പിന്നെ ഇയാളുടെ സ്റ്റാറ്റസിന്റെ മുകളിൽ DP-യുടെ താഴെ എന്തോ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്, അതെന്താന്ന് പറയാൻ പറ്റുമോ? ഫോണിൽ യൂസ് ചെയ്തത്. അതെ, പക്ഷെ ആരെഴുതിയാലും ലോസ്റ്റ് ഇൻ കുഴപ്പമില്ല, ഞാൻ വായിക്കാം. ലോസ്റ്റ് ഇൻ THORUGHT എന്നാണ്. ലോസ്റ്റ് ഇൻ തോട്ട് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുള്ളത് എന്റെ കുഴപ്പം. ഓക്കെ, പറയും. മോനിപ്പോ 10th കഴിഞ്ഞിട്ടിരിക്കണ സർ. എന്തിനാ ഇരിക്കണേ? ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് പ്ലാന്. കമ്പ്യൂട്ടർ സയൻസ് ഒരു കോഴ്സ് ഇല്ലല്ലോ. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, അതാണോ? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിക്കും പ്രാധാന്യം ഇല്ലാണ്ടാവില്ലേ? +1 കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് അങ്ങനെ വന്നതാണ്. അത് സ്കൂൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചെയ്യുന്ന. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്കാണ് പ്രാധാന്യം. കമ്പ്യൂട്ടർ സയൻസ് ഏതൊരാൾക്കും ഏത് സമയം പഠിക്കാൻ പറ്റുന്നു. അപ്പോ ഇതില് വന്നിട്ട് അവൻക്ക് ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ, അവൻ കുഴപ്പമില്ലാണ്. ഓണം എക്സാം ഒക്കെ കവർ ചെയ്തായിരുന്നു. പക്ഷെ ഫൈനൽ എക്സാം വന്നപ്പോൾ മാർക്ക് നന്നായി കമ്മിയായിട്ടുണ്ട്. മാത്സിൽ C+, കെമിസ്ട്രിയിൽ B ആണ്, ഫിസിക്സിൽ B+ ആണ്. ഈ മാർക്ക് വെച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമോ എന്ന് അറിയില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് ബാധകല്ല, എന്നോട് ചോദിക്കാനില്ല. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ലല്ല. നെക്സ്റ്റ് അപ്പൊ അവന് എടുത്തു വെച്ച ഇതിന്റെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത എന്തൊക്കെ രീതിയിൽ അല്ല, ആദ്യം ഏതിനാണ് കോഴ്സിൽ ചേരുന്നതെന്ന് തീരുമാനിക്കാം. ഏത് കോഴ്സിന് ചേർന്നാലും അവനവൻ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് നോളജ് കിട്ടുക. ഓക്കെ, നാളെ മുതൽ എല്ലാ അഡ്മിഷൻസും +1 +2 കഴിഞ്ഞിട്ട് ഇന്ന സ്ട്രീം എടുത്താൽ അതിന് പറ്റുന്ന കുറേ എൻട്രൻസ് എക്സാമുകളുണ്ട്. ഇപ്പോൾ ബയോളജി എടുക്കാത്തതുകൊണ്ട് മെഡിക്കൽ ഫീൽഡ് എഴുതാൻ പറ്റില്ല. ബാക്കി എഞ്ചിനീയറിംഗ് ഫീൽഡുകളൊക്കെ എഴുതാം. ഐസറിൽ എഴുതാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കഴിഞ്ഞ് ബാക്കിയുള്ളതിലൊക്കെ അയാൾ എലിജിബിൾ ആണ്. അതിന് ഈ മാർക്കോ C ആണോ C++ ആണോ എന്ന് ഒരാളും ചോദിക്കില്ല. 8ാം ക്ലാസ്സിൽ എത്ര കിട്ടി, 10ാം ക്ലാസ്സിൽ എത്ര കിട്ടി, ഓണപ്പരീക്ഷയ്ക്ക് എത്ര കിട്ടി, ഇതൊന്നും ബാധകമല്ല. അയാൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഈ ബോധത്തോടു കൂടി നേരിട്ട് വിളിക്കാൻ. ഇപ്പോൾ ഞാൻ 10 മുതൽ 10:30 വരെ സംസാരിച്ചത് ഇതേ 11ാം ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കുട്ടിയോടാണ്. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞത് പാരലലി മാത്സ് പഠിക്കാനാണ്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ കിട്ടുന്ന ഓപ്ഷൻസിനെക്കാളും കൂടുതൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ വരിക മാത്സ്. ഈ മാത്സ് ഒക്കെ പഠിക്കുന്നത് അത് വെച്ചിട്ട് എന്തെങ്കിലും ആവാം, പിന്നെ ജോലി കിട്ടുന്നല്ല. ആ ബേസിക് മാത്സ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഉപയോഗിക്കും. ബാങ്ക് ടെസ്റ്റ് വന്നാലും, SI ടെസ്റ്റ് വന്നാലും, UPSC വന്നാലും, ഏത് പരീക്ഷയ്ക്കും ഈ മാത്തമാറ്റിക്സ് ഒക്കെയാണ് ആവശ്യം വരിക. അതിന് പ്രിപ്പയർ ചെയ്യാൻ 11th 12th മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് തീരുമാനിക്കുന്നത്. അപ്പൊ മകൻ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ സയൻസ് ആണോ അവന് ഇഷ്ടം എന്നൊരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും. സോഷ്യൽ സയൻസ് അവർക്ക് പറ്റുന്നത് ഓരോരാളുടെ കാര്യം പറയണം. ഇപ്പൊ ഒരാൾക്ക് മ്യൂസിക് ആണ് ഇഷ്ടം, ഞാൻ അയാളുടെ മാത്സ് പഠിക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അവനവന്റെ ഒരു പാഷൻ നോക്കണം. അത് കൂടാതെ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ പാസ്സാവാൻ എന്തൊക്കെ പഠിക്കണോ അത് എക്സ്ട്രാ പഠിക്കണം. അപ്പൊ ഏത് കോഴ്സിന് എവിടെ ചേർന്നു, ആര് പഠിപ്പിക്കുന്നു, ഏത് ടീച്ചറാന്നുള്ളതിലൊന്നുമല്ല പ്രാധാന്യം. ഓക്കെ, ഇപ്പൊ ഞാൻ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നത്, ഇപ്പൊ തൊട്ട് മുമ്പുള്ള കുട്ടികൾ സംസാരിച്ച സമയത്ത് മാത്സ് ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. ഞാനൊരു മാത്സ് കൊടുത്ത് ചെയ്യിപ്പിച്ചു. ആ ഏറ്റവും നല്ല പോലെ മാത്സ് ഇഷ്ടമാണെന്ന് പറയുന്ന മാത്തമാറ്റിക്സ് നല്ല ഹയർ ഡിഗ്രി ഉള്ളവർക്ക് പോലും ഞാൻ പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് എഴുതി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഈസി ആയിട്ട് പറഞ്ഞു.
അപ്പൊ ഓക്കെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ കുട്ടികൾ നന്നാവും. ആ കഴിവ് ഉണ്ടാവണമെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്നതല്ല, ട്യൂഷൻ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ട്യൂഷനൊക്കെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇതൊന്നും അല്ല ജോബിന് വരുന്ന ആവശ്യം വരിക. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പറ്റുന്നത്രയും നോളജ് ഉണ്ടാക്കിയെടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല ഇംഗ്ലീഷും ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി ഇപ്പം 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞാൽ ലോകത്തിൽ എന്താണ് ഡിമാൻഡ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക, ഇപ്പം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. നെക്സ്റ്റ് സർ, എൻട്രൻസിന് അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അത് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നിൽക്കണോ? ഞാൻ ഇപ്പൊ തന്നെ നിൽക്കോ ഇരിക്കോ കിടക്കോ എന്നല്ല പറയുന്നത്. ഈ നിമിഷം മുതൽ എല്ലാം പഠിക്കണം എന്നാണ് ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ സെന്റൻസ്. അത് എല്ലാ എൻട്രൻസിനും ഏത് പരീക്ഷയ്ക്കും പാസ്സാവുന്ന വിധത്തിൽ പഠിക്കാൻ തയ്യാറാവണം എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ എൻട്രൻസിന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കോച്ചിങ് ക്ലാസ്സിന് പോണോ? ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു ബക്കറ്റിൽ വെള്ളം ഗേറ്റിന്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞാൻ ജിമ്മിന് പോയിട്ട് മസിലാക്കിയിട്ട് അത് എടുക്കണോന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എല്ലാ ദിവസവും അത്തരം പണികൾ എടുക്കുന്ന ആൾക്ക് ജിമ്മിന് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ എല്ലാ ദിവസവും ഇത്തരം കോച്ചിങ്ങുകൾക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്ത്, ബാങ്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടല്ല എടുക്കേണ്ടത്, അത് 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും എല്ലാ ടെസ്റ്റ് പേപ്പറും കോച്ചിങ് പേപ്പറും SI ടെസ്റ്റിനുള്ളതും പോലീസ് ടെസ്റ്റിനുള്ളതും കോൺസ്റ്റബിൾ ടെസ്റ്റിനുള്ളതും ക്ലർക്കിനുള്ളതും മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ടീച്ചർ ആവണമെങ്കിലും അവരെഴുതണം. അത് സോഷ്യൽ സയൻസ് പഠിച്ച് ഇംഗ്ലീഷ് പഠിച്ചാലും മാഷാവണമെങ്കിൽ ഒരു നെറ്റ് എക്സാം ഉണ്ട്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ആ മാത്തമാറ്റിക്സും 7ാം ക്ലാസ്സിലെ മാത്സ് ആണ്. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ വളരെ എളുപ്പം ഇതൊക്കെ പാസ്സാവാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യ ഭാഗം പറഞ്ഞത്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് എൻട്രൻസ് എക്സാമിന് പോകണം എന്ന് വെച്ചാൽ നിങ്ങൾ കോച്ചിങ് സെന്ററിൽ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ കോച്ചിങ് സെന്ററിന്റെ ഏജന്റ് അല്ല, അതുകൊണ്ട് ഒരു കോച്ചിങ് സെന്ററിലും പഠിപ്പിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്പർ 1. നമ്പർ 2, അവിടെ പഠിപ്പിക്കുന്നവർക്ക് വിവരം ഉണ്ടെങ്കിൽ വേറെ പണിക്ക് പോകില്ല, ഈ പണിക്ക് പോകണം. അപ്പൊ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഈ പഠിപ്പിക്കാൻ പോകണം. അപ്പൊ ഞാനത് പോണെന്ന് പറയും. സ്വന്തം പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും തയ്യാറാണെങ്കിൽ ലോകത്ത് ഇഷ്ടം പോലെ ഓൺലൈൻ ഇന്റർനെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം പിന്നെ സബീനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇഷ്ടംപോലെ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. എൻ്റെ എല്ലാ സെഷനിലും ഞാൻ പറയുന്നുണ്ട് മാത്തമാറ്റിക്സ് ട്രിക്ക് എന്താണ്, എല്ലാ പിന്നെ ഇത്തരം ജോബിനുള്ള എൻട്രൻസ് എക്സാമിനുള്ള പുസ്തകങ്ങൾ മേടിക്കുക, സ്വന്തം പ്രിപ്പയർ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തും പൈസ കൊടുത്തും അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ബാഡ് കമ്പനീസും ഒക്കെ ഒഴിവാക്കാം. പക്ഷെ എന്നാലും 1000 പേരവിടെ പോകും, 2 പേര് ചിലപ്പോൾ പോകാണ്ടിരിക്കുന്നു എനിക്കറിയാം. എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഓക്കെ സാർ, സാറിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നമ്മളിപ്പം റെഫർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സിലബസ് ഇതൊക്കെ നമ്മൾ എങ്ങനെ നോക്കുക? ഇതിന്റെ എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ് എൻ്റെ കുട്ടിയെ. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 ലക്ഷം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്നും നെറ്റിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അതിന് താല്പര്യം അമ്മക്കും അല്ല വേണ്ടത്, ആർക്ക് വേണം? അപ്പൊ കൂടെ ഇരുന്ന് ഇത് ചെയ്യാം, അതാണ് വേണ്ടത്. ഓക്കെ സാർ, അവന്റെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ ഓൺലൈനിൽ വരുമ്പോ ഫോക്കസ് കിട്ടണില്ല, ആള് അങ്ങനെ ഓൺലൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞത് ഇത്തരം ബുക്സ് മേടിക്കാന്നാണ്. എവിടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതും കൂടി പറഞ്ഞത്. ഓൺലൈൻ ആയിട്ട് കിട്ടുന്നതിനേക്കാളും ബുക്കുകൾ എടുത്തിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം. ഇനി അതിനാരുടെയെങ്കിലും ഹെൽപ്പ് പറ്റുകയാണെങ്കിൽ പറ്റും. കാരണം ഈ കോച്ചിങ് സെന്ററിലൊക്കെ ചെയ്യുന്നവര് അവര് ഒരു പാറ്റേൺ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് പഠിപ്പിക്കും. അവർക്ക് ഫീസ് മേടിച്ചാൽ മതിയല്ലോ. സക്സസ് റേറ്റ് വളരെ കുറവാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ. സാറിന്റെ ഇതില് എന്റെ അറിവില് റെഫർ ചെയ്യാൻ വല്ല ഇതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഏത് ബുക്കാ വായിക്കേണ്ടത്, ഏത് ഭക്ഷണം കഴിക്കേണ്ടത് വെച്ചാൽ ഞാൻ ഒരു ലിസ്റ്റ് ഒന്നും തരില്ല. ഞാൻ ഇതൊക്കെ ഓൺലൈൻ അവൈലബിൾ ആണ്, അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കലാണ് എന്റെ പണി. മനസ്സിലായോ? അതില്ലെങ്കിൽ എന്ത് പറ്റും വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തെന്താ വായിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ അടുത്ത് വരും.
അങ്ങനെ വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ഈ അമ്മ മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും മോൻ എന്താ പഠിക്കേണ്ടത്, ബിടെക് കഴിഞ്ഞിട്ടും മോൻ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുതെന്നാണ്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ സ്വന്തം കേപ്പബിൾ ആക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. പിന്നെ അമ്മക്ക് വേറെ വേവലാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളുടെ വേവലാതി, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ കളക്ടറാന്ന് വിചാരിക്കും, ജില്ലാ കളക്ടർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് വിചാരിക്കും, ഇതിന് സമയം ഉണ്ടാവുമോ? അവർ പഠിച്ചോളും. നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് പിന്നാലെ നടക്കണം. അതുകൊണ്ട് പിള്ളേർ അതിനേക്കാളും വഷളാകും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് വേറെ പല കാര്യങ്ങളിലും പഠിക്കാൻ, നിങ്ങളും പഠിക്കുന്നവരാവണം. നിങ്ങൾക്ക് എന്തൊക്കെയോ പഠിക്കാണ്ട് ലോകത്ത്, അതൊക്കെ പഠിക്കുക. ആ സ്വഭാവം മക്കളിലേക്കും വരും. ഞാൻ സബീന എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, ഒരു എൻ്റെ വീഡിയോസ് ഒരു 10,000 പേര് കാണുമ്പോൾ ഒരു 10 സബീനമാരെ എൻ്റെ അടുത്ത് വരാറുള്ളൂ. ആ 10 സബീന, ഒരു സബീനയെ ചിലപ്പം ഈ ഇന്ന് രാവിലെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ വിളിക്കാൻ കാരണം ഞാൻ 10 മുതൽ 10:30 വരെ ഒരു കോൾ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതേ സമയത്ത് 10:30 ശേഷമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചാൻസിൽ വന്നതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ സബീനയെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ആ വാക്കുകളിലൊക്കെ എനിക്ക് അതിന്റെ ആകാംക്ഷ കാണാം. അപ്പോൾ ഒരു അമ്മയെ, അങ്ങനെ ഒരു ആകാംക്ഷയുള്ള ഒരാളെ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് ബാക്കി ജനങ്ങൾക്ക്, അങ്ങനെ ആരോടൊക്കെയോ ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ടല്ലേ സബീന എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉപരായിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ. ഗുണം ചെയ്യും. അതുകൊണ്ട് ഈ പറയുന്നതും സബീനക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ പറയും കുറച്ച് അധികരിച്ച് പറയും. ഓക്കെ സാർ, ഇനിയൊരു ഡൗട്ടല്ല, ഇതെന്താ വെച്ചാൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോക്കസ് പോയിട്ട് ആള് ഇരിക്കുന്നുണ്ട്, ബട്ട് ആബ്സെന്റ് മൈൻഡ് ആയിട്ട്. അതാണ് ഞാൻ ചോദിക്കട്ടെ, സിനിമ കാണുന്നത് ഓൺലൈൻ ആണോ അല്ല ഫിസിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാ നമ്മൾ പോയി കാണുമോ മമ്മൂട്ടീനെ? നമ്മള് ടിവിയില്, അതെ, ടിവിയിലായാലും തിയേറ്ററിലായാലും കമ്പ്യൂട്ടറിലായാലും കാണുന്നതൊക്കെ ഒരു ഇമേജ് ആയിട്ടും ഫിലിമായിട്ടും അല്ലേ? മമ്മൂട്ടിനെ തൊട്ട് മുമ്പിലല്ലോ കാണുന്നത്. അപ്പോഴും ഫോക്കസ് പോകുന്നുണ്ടോ? മമ്മൂട്ടി നേരിട്ട് വന്നാലേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും പറയോ? താല്പര്യമാണ് കാര്യം. ഇനി സിനിമക്ക് പോകുമ്പോ കണ്ണടച്ച് വെറുതെ സിനിമക്ക് പോവില്ല. ഏത് സിനിമയാന്ന് കൃത്യമായിട്ട് അറിയാം, ആരാണ് അഭിനയിക്കുന്നതെന്ന് അറിയാം, അതിന്റെ കഥ ഏകദേശം അറിയാം, എവിടെയാ ഷൂട്ട് ചെയ്തതെന്ന് അറിയാം, ആരാ ഡയറക്റ്റ് ചെയ്തതെന്ന് അറിയാം, അതിനകത്തെ പാട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ്. ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോഴാണ് പഠനം. ഇതൊന്നും ചെയ്യില്ല മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇതൊന്നും ആരും എഴുതി തന്ന് പഠിപ്പിക്കുന്നതല്ലല്ലോ സിനിമയെ കുറിച്ച്, ആണോ? സ്വന്തം ഇൻട്രസ്റ്റോടുകൂടി ഡിസ്കസ് ചെയ്തിട്ടും കണ്ടുപിടിച്ചിട്ടൊക്കെ അല്ലേ? അതുപോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയിലും ഓരോ ചാപ്റ്ററിനെ കുറിച്ചും പഠിക്കാൻ ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റോടുകൂടി പഠിക്കണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ചുറ്റും ഒരുപാടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇൻട്രസ്റ്റും കൂടും, ഫോക്കസ് ഇല്ല എന്ന് അമ്മമാര് പറയരുത്. നല്ലോണം വിശന്നാലും നല്ലോണം ഭക്ഷണം കഴിച്ചാലും ഫോക്കസ് കുറയും. ഒരുവിധം കുഴപ്പമൊന്നുമില്ലാത്തൊരു മനുഷ്യന് ഫോക്കസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ കൂടെ താല്പര്യം വേണം. സബീന മക്കളെക്കാളും സബീനയുടെ മോനെക്കാളൊക്കെ മോശം കുട്ടിയായിട്ട് വളർന്ന ഒരാളാണ്. ഓക്കെ, 8ാം ക്ലാസ്സിലൊക്കെ ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നെ. ഞാൻ സത്യമായിട്ട് പറയാം, 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിട്ട് എന്നെ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ഓക്കെ, +1 +2 കഷ്ടി പാസ്സായിട്ടേ ഉള്ളൂ. ഇന്ന് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായനയാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം പണി. അങ്ങനെ ഇടയിൽ നെറ്റിലൂടെയും ഇതിലൂടെയും ഒക്കെ വായിച്ചുള്ള കാര്യങ്ങളാണ്. ഇടയിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടും പല പ്രഭാഷണങ്ങൾക്കും ക്ലാസ്സുകളൊക്കെ പോയിട്ട് ഗവൺമെന്റിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് റിട്ടയർ ആയത്. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കുറേ പ്രൊഫസറാണ്, മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്, കൊമേഴ്സ് പ്രൊഫസറാണ്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ് സിക്കിമിൽ യൂണിവേഴ്സിറ്റിയിൽ. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് 8ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് മകന് C ആണ്. എന്തിനാ അത് പറയുന്നത് വെച്ചാൽ ഞാൻ ഗ്രേറ്റ് ആണെന്ന് പറയാനല്ല.
മകനെ CA കിട്ടിയിട്ടുള്ളൂ, അവന് പഠിക്കാൻ പറ്റില്ല എന്ന് അമ്മ കുറേ പ്രാവശ്യം പറഞ്ഞാൽ മക്കൾ അങ്ങനെയാവും. എൻ്റെ അമ്മ എന്നോട് പറയാറുള്ളത്, സബീനക്കൊക്കെ, എൻ്റെ അമ്മ ഞാൻ ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ മോൻ നാളെ നന്നാവുന്നതാണ്. എന്താണ് നാളെ നന്നാവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഇന്ന് മോശമെന്നാണ്. പക്ഷെ ഇന്ന് മോശമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചത് 4 വയസ്സുള്ളപ്പോഴാണ് എനിക്ക്. ഓക്കെ, അമ്മയാണ് വളർത്തിയത്. ബ്രദേഴ്സും ഒക്കെ നല്ല ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഞാൻ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അമ്മ എപ്പോഴും പറയാറുള്ളത് മോൻ നാളെ നന്നാവുന്നു. എന്ത് വികൃതി കാണിച്ചാലും എടാ മോൻ നാളെ നന്നാവുന്നു പറയും. അമ്മ എത്ര പ്രാവശ്യം നാളെ നന്നാവും നാളെ നന്നാവും നാളെ നന്നാവും എന്ന് പറയുമോ അത്രയും മക്കൾ നന്നാവും. എൻ്റെ മോനെ കൊള്ളില്ല 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 എന്ന് പറഞ്ഞാൽ കൊള്ളില്ലാണ്ടാവും. ഓക്കെ, പെൺകുട്ടികളൊക്കെ അമ്മമാരെ നല്ലപോലെ നോക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം അറിയും. ഇപ്പൊ ടീനേജ് അല്ലേ പ്രായം മോനും മോളും ടീനേജ് ആണ്. അവർക്ക് രണ്ടാൾക്കും കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. മകളുടെ പ്രോബ്ലംസ് ഒക്കെ അമ്മയോട് പറയും. മകളുടെ പ്രോബ്ലംസ് മിക്കവാറും അമ്മയോട് പറയും. സർ, അവളുടെ ഒരു പ്രോബ്ലം ഞാൻ നാർസിസ്റ്റിക് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ, ഈ കാണുന്ന ഒരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും കാണണ്ട. കാരണം അവർക്ക് അറിയുന്ന 3-4 വാക്കുണ്ട്. ഒന്ന് ADHD, ഒന്ന് നാർസിസ്റ്റിക്. ഇതിങ്ങനെ ഡിക്ഷണറിയിൽ വെച്ചിട്ട് കണ്ടവരോടൊക്കെ പറഞ്ഞ് കാശ് പിടുങ്ങാനുള്ള പണിയാണ്. മക്കളെ അമ്മ നല്ലപോലെ സ്നേഹിച്ചാൽ അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? അമ്മ നല്ലപോലെ കെട്ടിപ്പിടിച്ച് നല്ലപോലെ സ്നേഹം കൊടുത്താൽ മാറാവുന്ന എല്ലാ സൈക്കോളജിക്കൽ പ്രോബ്ലംസേ മക്കൾക്കുള്ളൂ. സൈക്കാട്രി മെഡിസിൻ എടുക്കുന്നുണ്ട്. മെഡിസിൻ എടുക്കണതിൽ എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്ന് മുക്തി നടാതെ മുന്നോട്ട് പോകും. അമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയ മഹാപാപം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ സൈക്കാട്രി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അയാൾ മെഡിസിൻ കൊടുക്കും. സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞ് ഉള്ള ഗുണമെല്ലാം ഇല്ലാണ്ടാക്കും. ഞാനും സൈക്കോ തെറാപ്പിസ്റ്റാണ്. അല്ല, ഈ ടീനേജ് റിലേറ്റ് ആയിട്ട് എഫ്ഐആർ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ എത്തിയപ്പോഴായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതെ, അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ എഫ്ഐആർ ഒക്കെ ഉണ്ടാവുന്നത് എല്ലാവർക്കും, ഞാനതാ പറഞ്ഞത്, ഗേൾസിനും ബോയ്സിനും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഗേൾസ് മിക്കവാറും പ്രോബ്ലം അമ്മയുടെ അടുത്ത് പറയും. ആ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ ചെവി കേൾക്കാനും അമ്മയോട് പറയാമെന്നുള്ളൊരു ധൈര്യവും ഒക്കെ വരുമ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം തപ്പിയിട്ട് എല്ലാവരും പോയില്ലേ? പോയില്ലയോ? സെക്സ് എന്ന് പറയുന്നതും പ്രേമം എന്ന് പറയുന്നതും ഒക്കെ ഒരു തരത്തിലുള്ള വിശപ്പാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രായം എന്ന് പറയുന്നത്, നല്ലോണം വിശക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണെങ്കിൽ അതുപോലെയാണ് ഈ ടീനേജ് എന്ന് പറയുന്ന സമയം. അത് എങ്ങനെ നമ്മൾ കവറപ്പ് ചെയ്യണമെന്ന് പഠിപ്പിക്കാനുള്ള അമ്മയുടെ ബോധം അമ്മ അതിനു വേണ്ടി ചെലവഴിക്കുന്നു. ഞാൻ പറയാൻ കാരണം, ആൺകുട്ടികളിൽ അത് ശ്രദ്ധിക്കാൻ അമ്മക്ക് പറ്റില്ല. അമ്മയുടെ അടുത്ത് പറയാൻ പോലും മടിയാവും. പെൺകുട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ട് പെൺകുട്ടികളെ അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. ആൺകുട്ടികളെ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെൺകുട്ടികളുടെ പ്രോബ്ലംസ് നിങ്ങളടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടാവും. ആൺകുട്ടിയുടെ പ്രോബ്ലം നിങ്ങളടുത്ത് പറയുകയില്ല. നമ്മൾ സാധാരണ കാണുന്ന, അതുകൊണ്ടാണ് ആൺകുട്ടികൾ കുറച്ചും കൂടി വൾഗറാവുന്നതും മോശമാവുന്നതും. പെൺകുട്ടികൾ അത്ര വഷളാവാറില്ല. പിന്നെ പെൺകുട്ടികൾക്ക് 13 വയസ്സിലുള്ള പ്രായപൂർത്തി അല്ല ആൺകുട്ടികൾക്ക് 13 പ്രായത്തിൽ. അവർ കുറച്ചും കൂടി മച്ചുവേർഡാവും. അപ്പോൾ അവരെ മച്ചുവേർഡാക്കുക, അവരോട് അത്തരത്തിൽ സംസാരിക്കുക, അത്തരത്തിൽ പെരുമാറുക. ഞാൻ പറയാൻ കാരണം, സബീൻ ഇപ്പൊ പ്രോബ്ലം പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. നമുക്കിതൊക്കെ എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ കേരളത്തിലുള്ള ഇപ്പൊ പറഞ്ഞിട്ടുള്ളൊരു കുട്ടി ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവരുതെന്ന്. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ വഷളാവുന്നത് ട്യൂഷൻ സെന്ററുകളിലാണ്. എക്സാക്ട്ലി സർ, ഞാൻ ട്യൂഷൻ സെന്ററിൽ ചേർത്തിയപ്പോഴാണ് മോൻ അതുവരെ കുഴപ്പമില്ലാണ്ട് പഠിച്ചതായിരുന്നു. എനിക്ക് അറിയുന്ന കാര്യം എൻ്റെ കുട്ടിയെ, കാരണം അവിടെയാണ് ഉഴപ്പാൻ പറ്റുക, അവിടെയാണ് ശ്രദ്ധ ബാക്കി അഫെയറിലൊക്കെ പോവാം. ഓക്കെ, ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ഏറ്റവും നല്ല സ്കൂൾസിലുള്ള കുട്ടിക്കും ഈ അബദ്ധം പറ്റിയിട്ട് മരുന്ന് കഴിച്ചിട്ടും അഡിക്ഷനായിട്ടും +1 +2 4-5 കൊല്ലം വരുന്നിട്ടും ഇപ്പോൾ പാസ്സാവാത്ത ആളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് ഞാൻ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്.
എൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആണ്, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും മരുന്ന് തന്നെയാണ്. മനസ്സിലായി? അപ്പൊ അമ്മ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവുക, അമ്മ കുറച്ചും കൂടി നന്നാവുക, അമ്മ കുറച്ചും കൂടി സംസാരിക്കുക, അമ്മ കുറച്ചും കൂടി കൂടെ നിൽക്കുക. അതിൽ നിന്നും കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് ലോങ് അങ്ങനെയാവും അവരുടെ ജീവിതം. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് മെഡിസിൻ എടുക്കണതിൽ വലിയ ഇതില്ല, ഞാനും അതിന് റിസൾട്ട് കിട്ടുമോ പറഞ്ഞിട്ട്. പക്ഷെ അതും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. നമ്മള് സൂയിസൈഡ് അറ്റംപ്റ്റ് പോലത്തെ ഇത് നടത്തുന്നത് എല്ലാവർക്കും ഉണ്ട്. കാരണം എന്ന് വെച്ചാല് നമുക്കൊരു താങ്ങില്ല എന്ന് തോന്നുമ്പോൾ മക്കൾക്ക് തോന്നുന്നൊരു തോന്നലാണ്. എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുള്ള തോന്നലല്ല. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ചില കേസുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു 10 പേരിൽ 9 പേരും ഇത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. മനസ്സിലായോ? കാരണം ഇങ്ങനെ കുറെ ടെക്നിക്കൽ വേർഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അവർക്കും ഇത് കച്ചവടമാണല്ലോ, അല്ലേ? പെട്ടെന്ന് ഇത് ഷോക്കായിരുന്നു. നമ്മൾ പോയിട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോ ഒട്ടനെ മരുന്ന്, ഒട്ടനെ ഷെൽഫിലുള്ള മരുന്നും പറയും, അതേപോലെ തന്നെ ഈ കാറ്റഗറിയിലാണെന്നും പറയും. ഇപ്പൊ ഞാനും പാലക്കാട് വർക്ക് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഓക്കെ വല്ലാണ്ട് പ്രശ്നമായിട്ട്, ഞാൻ 4ാമത്തെ ഫ്ലോറിൽ 5ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ബാൽക്കണിയിൽ നിന്ന് ചാടാൻ പോയ കുട്ടിയാണ്. നല്ലോണം മരുന്നടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സീനിയർ പോലീസ് ഓഫീസറുടെ മകളാണ്. അപ്പം എല്ലാ തരത്തിലും നമ്മൾ പ്രോബ്ലംസ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, 10-15 കൊല്ലം മുമ്പുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പം അതിനേക്കാളും വഷളാണെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അമ്മമാരുടെ സമയം കൊടുക്കുക, അവരെ മെച്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുക, ഭയപ്പെടുത്താതെ പേടിപ്പെടുത്താതെ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യണം, പക്ഷെ കുറച്ച് നല്ലപോലെ സ്നേഹം കൊടുക്കണം. അതവർക്ക് ബോധം ഉണ്ടാവണം. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ്. ഈ രണ്ടാമത്തെ പേഴ്സണൽ അസുഖങ്ങളുടെ പാർട്ട് ഒഴിച്ച് ആദ്യത്തെ അക്കാഡമിക് കാര്യം ഇടാലോ, സബീനയുടെ പടം വെച്ചിട്ട്. ഓക്കെ, ഒഴിവാക്കാം. അപ്പൊ പടം ഇല്ലാണ്ട് ഇടാം, നോ പ്രോബ്ലം. ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ആയിരുന്നില്ല, കാരണം താഴെ നോയ്സ് ഉണ്ടാവും. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. എപ്പോൾ വേണമെങ്കിലും ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ച ഒരു ജിമീറ്റോ കോളോ ഒക്കെ ആവാം, നോ ഇഷ്യൂസ്. താങ്ക് യു സർ. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി. സൗദിയിലായിരുന്നു ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിട്ട്. സൗദിയിൽ എവിടെയായിരുന്നു? ദമാം. ഡോക്ടർ TPS നടിച്ചു നോക്ക്, എന്നെ ദമാമിൽ കാണാം. ഞാൻ ഓരോ സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. അവിടെ ഒരു 4-5 ദിവസത്തെ ക്യാമ്പുകള്, കുറേ കുട്ടികളുടെ കൂടെ പ്രോഗ്രാമുകള്, അങ്ങനെ അവരുടെ കൂടെയൊക്കെ പാട്ട് പാടി രസിച്ച് കളിച്ച് അവരൊക്കെ ക്യാമ്പുകളുണ്ട്. അത്തരം ക്യാമ്പുകളൊക്കെ അവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഇപ്പം ആരെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണ്ടാവുക. ഞാൻ ഹൈദരാബാദിലായിട്ടുള്ളൂ. ഹൈദരാബാദ്. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ.